നമ്മളെ ഒരു മാതാപിതാക്കളെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ട്രാൻസിഷന് ശേഷം ഈ ആളുകൾ എന്താ നമ്മളെ കാണുന്നത് മറ്റുള്ളവരെന്ത് പറയുന്നുള്ള ആ ഒരു കാര്യം വെച്ചിട്ട് മാത്രമാണ് എന്താ പറയുക നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉള്ളത്. ന്യൂനപക്ഷങ്ങളായിട്ടുള്ള അതും വിരലുണ്ടാവുന്ന ആളുകളെ നമ്മളുള്ളൂ, അതും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാണ്. ഈ മനുഷ്യരുടെ മേൽ എന്തിനാണ് കുതിര കയറുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ കൊല്ലത്ത് ഒരു കോളേജിൽ പഠിക്കാൻ പോവാണ്, അവിടെ ഇനി ഞാൻ ഇങ്ങോട്ട് എപ്പോഴും വരുമൊന്നുമില്ല, എൻ്റെ ഫോൺ മാത്രം കോൺടാക്ട് ചെയ്യുള്ളൂ, ഇനി വരില്ല എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. പക്ഷേ ആദ്യ ദിവസം തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 10-15 TV ചാനൽസ് ഫുള്ള് അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ വീഡിയോ പാസ്സായി. അങ്ങനെ നോക്കുമ്പോൾ സ്പ്രെഡായി കഴിഞ്ഞ സമയത്ത് നോക്കുമ്പോൾ ഈ പേരും അഡ്രസ്സും എൻ്റേത്. അങ്ങനെയാണ് വീട്ടിൽ അറിയുന്നത്. ഒരുപാട് ട്രാൻസ്മെൻസ് ഉണ്ട്. അവർ പല ഫീമെയിൽ ആയിരുന്ന സമയത്ത് പല അത്ലറ്റിക്സ് നാഷണൽ ചാമ്പ്യന്മാരുണ്ട്. ഒരുപാട് നമ്മളെ പേഴ്സണലി അറിയുന്ന ആളുകളുണ്ട്. പലരും ഈ ഒരു ട്രാൻസിഷന് ശേഷം അവരുടെ പാഷൻ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നത്. ഇപ്പം ഇവിടെ ഒരു സ്പോർട്സിൻ്റെ ഒരു അവാർഡ് വിളിക്കുകയാണെങ്കിൽ അവിടെയുള്ളത് മെയിലും ഫീമെയിലും മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോൾ ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ഇപ്പോൾ ജില്ലയിലായാലും സ്റ്റേറ്റിലായാലും നാഷണൽസിലായാലും ഒക്കെ നമുക്കും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൗത്ത് ഇന്ത്യൻ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസിന്റെ വിന്നറായ ട്രാൻസ് വിമനായ അനാമികയാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് അനാമികയെ ഒന്ന് പരിചയപ്പെടാം. അനാമിക കഴിഞ്ഞോ? ഇല്ല, 2 എണ്ണം കൂടി. 8, 9, 10. ഓക്കെ, കഴിഞ്ഞു. ഇപ്പൊ ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ ആയിട്ട് ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകണം. ഏറ്റവും അടുത്ത് കിട്ടിയ നേട്ടത്തെ പറ്റി ഒന്ന് സംസാരിക്കാമോ? നമ്മൾ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു കേരളത്തിൽ നിന്ന് ഒരു ട്രാൻസ് വുമൺ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത് ഒരു വിന്നറാവാൻ സാധിച്ചു. അത് വളരെയധികം സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് അവസരങ്ങൾ വളരെയധികം കുറവാണ്. പക്ഷേ നമ്മളുള്ള അവസരങ്ങൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് നമുക്കതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. അത് ആദ്യം തന്നെ അസോസിയേഷൻ വളരെയധികം നന്ദി പറയാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ട്രാൻസ്ജെൻഡർ കാറ്റഗറി തന്നെ അവർ കൊണ്ടുവന്ന് അതിൽ നമ്മളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചു. നമുക്ക് അതിൽ വിന്നറാവാൻ സാധിച്ചു. അത് വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ എത്ര നാളായി പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയിട്ട്? ഇപ്പം പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ ജൂഡോ റെസ്ലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് പ്രാക്ടീസ് ഒരു ഫിറ്റ്നസ് എന്നുള്ള രീതിയിൽ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ബോഡി ബിൽഡിംഗ് എന്നുള്ള രീതിയിൽ ഒരു വർഷത്തോളമായി പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അതെ, നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. ആയിക്കോട്ടെ. അപ്പോൾ ഈ ബോഡി ബിൽഡിങ്ങിലേക്ക് വരാനായിട്ടുള്ള കാരണം എന്താണ്? കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് മുതലേ സ്പോർട്സിൽ, അതായത് ബോഡി ബിൽഡിംഗ് മാത്രമല്ല, ജൂഡോ, റെസ്ലിംഗ്, കുറാഷ്, ജുജിറ്റ്സു, അങ്ങനെ നിരവധി സ്പോർട്സ് ഐറ്റത്തിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാലോ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പോർട്സിൽ അവസരങ്ങൾ വളരെയധികം കുറവാണ്. അവസരങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ തന്നെ പലതും ബാൻ ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് എല്ലാ അവസരങ്ങളും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു കാറ്റഗറി അവിടെ വരികയും ആ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ മത്സരിക്കാൻ സാഹചര്യം ഉണ്ടായത്. ഇപ്പം ഞാൻ ഇൻട്രോ കൊടുത്ത സമയത്ത് സൗത്ത് ഇന്ത്യൻ ഫിറ്റ്നസ് മാത്രമേ ബോഡി ബിൽഡിംഗ് മാത്രമേ പറഞ്ഞുള്ളൂ, പക്ഷെ വേറെയും കുറേ നേട്ടങ്ങൾ നേടിയിട്ടുള്ള ആളാണ്. അതെ, ഞാൻ പറഞ്ഞല്ലോ, സ്പോർട്സ് എനിക്ക് ചെറുപ്പം മുതലേ നമ്മൾ ഫാമിലി ആയാലും എല്ലാവരും സ്പോർട്സ് ചെയ്യുന്ന ആളുകളായിരുന്നു. അതിന് സിസ്റ്റർ നാഷണലിൽ ജൂഡോ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സമയത്താണ് നമ്മൾ ഈ ജൂഡോയിലേക്ക് വരുന്നത്. അങ്ങനെ ജൂഡോയിൽ സ്റ്റേറ്റിൽ വിന്നറായിട്ടുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ബ്രോൺസ് മെഡൽ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറാഷ് സ്റ്റേറ്റിൽ ഗോൾഡ് മെഡൽ, അതുപോലെ തന്നെ നാഷണൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അതുപോലെ ജുജിറ്റ്സു ഇതിൻ്റെ എല്ലാം ഒരു മെയിനായിട്ടുള്ള ഗെയിമാണ് ജുജിറ്റ്സു എന്ന് പറയുന്നത്. ജുജിറ്റ്സു എന്നാണ് ഈ ജൂഡോയും ബാക്കി ഗെയിംസൊക്കെ ഉണ്ടായത്. അപ്പോൾ അതിൽ നാഷണലിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്പോർട്സിൽ ട്രാൻസ്ജെൻഡർ റെഫറി ആവുന്നത് ഞാനാണ്. അങ്ങനെ അത്തരത്തിൽ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നേട്ടങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PG ചെയ്യുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കൊരു അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവരികയും അപ്പോൾ ആ ചാമ്പ്യൻഷിപ്പ് പങ്കെടുത്ത് 5 വർഷത്തോളം ഷോർട്ട് പുട്ടിൽ ഗോൾഡ് മെഡൽ വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഡിസ്ക് ത്രോയിലും ഗോൾഡ് മെഡൽ. അങ്ങനെ മാക്സിമം നമുക്ക് ഏതൊക്കെ അവസരങ്ങളുണ്ടോ അതൊക്കെ ഞാൻ യൂട്ടിലൈസ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട് നേട്ടങ്ങളുടെ. അപ്പോൾ ഇതിനു മുൻപ്, അതായത് ട്രാൻസിഷന് മുൻപ് എങ്ങനെയായിരുന്നു? സ്പോർട്സിൽ ആക്റ്റീവ് ആയിരുന്നു, അത് ട്രാൻസിഷന് ശേഷമാണോ ഇങ്ങനെ ഒരു ആക്റ്റീവായിട്ട്? അല്ല, ട്രാൻസിഷന് മുന്നേ ഞാൻ സ്പോർട്സ് ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ ഇതേപോലെ നമ്മൾ ചെറുപ്പം മുതലേ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളാണ്. നമ്മളെ ഫാമിലിയിലുള്ള എല്ലാ ആളുകളും തന്നെ, എൽഡർ സിസ്റ്റർ വെച്ച് ബാക്കിയുള്ള എല്ലാ ആളുകളും സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്പോർട്സിൽ വിന്നേഴ്സായിട്ട് സ്റ്റേറ്റിലെ നാഷണലിലൊക്കെ പല പ്രാവശ്യം പോയ ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഫാമിലി മൊത്തം സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ചെറുപ്പം മുതലേ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ട്രാൻസിഷന് മുന്നേ തന്നെ പല സ്പോർട്സ് ഐറ്റത്തിലും പങ്കെടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത് തന്നെ. അതെ അല്ലേ. പക്ഷെ ജൂഡോയുടെ കാര്യത്തിൽ, ജൂഡോയിൽ ഇപ്പോൾ ബ്രോൺസ് നേടിയിരിക്കുകയാണ് അല്ലേ? പക്ഷെ അതിൽ ഞാനിങ്ങനെ കേൾക്കുകയുണ്ടായി,
ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാണ് ആ ഒരു എന്താണ് ചാമ്പ്യൻഷിപ്പിലേക്ക് മത്സരിക്കാനായിട്ട് പറ്റുന്നത്. ഒരു ട്രാൻസ് പേഴ്സണ് ഇപ്പോഴും എന്താണ് ഇതേപോലെയുള്ള മത്സരങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണെന്നല്ലേ അതിൽ കൂടി മനസ്സിലാക്കേണ്ടത്? ഞാൻ എൻ്റെ ട്രാൻസിഷന് ശേഷം ഞാൻ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പോർട്സിൽ എവിടെയും ഒരു കാറ്റഗറി ഇല്ല. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി എവിടെയും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഞാൻ സ്പോർട്സിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒളിമ്പിക്സ് മത്സരത്തിൽ ആദ്യമായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ വനിതാ വിഭാഗത്തിൽ മത്സരിച്ച ലോറൽ ഹബ്ബാർഡ് അവർ ക്വാളിഫിക്കേഷൻ റൗണ്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത ഞാൻ കേൾക്കണ്ടായി. അങ്ങനെയാണ് ഞാൻ ഗൂഗിൾ ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ഇവിടെ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഏതായാലും ഒരാൾ പങ്കെടുത്തെന്നുള്ളത്, അത് ഒളിമ്പിക്സ് പോലുള്ള വലിയൊരു മത്സരത്തിൽ പങ്കെടുത്തെന്ന് പറയുമ്പോൾ അങ്ങനെ ഞാൻ അതുമായിട്ട് ഗൂഗിൾ ചെയ്ത സമയത്താണ് ഈ 2015 ഒളിമ്പിക് അസോസിയേഷൻ ഈ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് എങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക എന്നുള്ളതിന് ഗൈഡ് ലൈൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത്. ആ ഗൈഡ് ലൈൻസ് മനസ്സിലാക്കി ഞാൻ അതിൻ്റെ ബന്ധപ്പെട്ട അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടെങ്കിലും അവർക്ക് ഈ ഗൈഡ് ലൈൻസിനെ പറ്റി അറിയില്ല. എങ്ങനെ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ ഉൾപ്പെടുത്തണം എന്നറിയില്ല, അവരെ ഏത് കാറ്റഗറി ഇതാക്കണമെന്നോ അങ്ങനെ ഒരു വിധത്തിലും അവർക്ക് അറിയില്ല. പക്ഷെ അറിയാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു, ഒറ്റയടിക്ക് നോം പറയാനുണ്ടായത്. അല്ലാതെ അവരെ എങ്ങനെ ഉൾപ്പെടുത്താന്നുള്ളൊരു ചിന്താഗതി അവരെ മനസ്സിലായില്ല. അവർക്ക് ഈ കാര്യത്തിനെ പറ്റി അറിയാത്തതുകൊണ്ട് അവർ നോ പറഞ്ഞു. പക്ഷെ നമ്മളെന്ത് ചെയ്ത് ഹൈക്കോടതിയിൽ പോയി ദിശ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയായിട്ട് ബന്ധപ്പെട്ട് അവർ നമ്മൾ ഹൈക്കോടതിയിൽ പോയി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഹൈക്കോടതി പറഞ്ഞത് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും പുരുഷൻ, വനിത എന്നീ വ്യക്തികളെ പോലെ തന്നെ ഈ എല്ലാ വിഭാഗം മത്സരങ്ങളിലും പങ്കെടുക്കാനുള്ള അർഹതയുള്ള വ്യക്തികളാണ്. അപ്പോൾ അവരെയും ഈ മത്സരങ്ങളിൽ ഉൾപ്പെടുത്തണം. അതുപോലെ ഇൻ്റർനാഷണൽ ലോ നിയമം ഈ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ഒരു ഗൈഡ് ലൈൻസ് പറയുന്നുണ്ടെങ്കിൽ ആ ഗൈഡ് ലൈൻസ് അനാമിക ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അനാമികയ്ക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അർഹത ഉണ്ടെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് ഞാനിപ്പോൾ ജൂഡോയിൽ വനിതാ വിഭാഗം ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ എല്ലാ ഫീൽഡിലും ഈ പറയുന്നത് പോലെ ഇപ്പം സ്പോർട്സിൽ മാത്രമല്ല, ഈ ട്രാൻസിഷന് ശേഷം ട്രാൻസ് പീപ്പിൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നേരത്തെ കണ്ടിന്യൂ ചെയ്തിരുന്ന കാര്യങ്ങൾ, സ്പോർട്സ് ആവാം, ആർട്സിലാവാം, എന്താണെങ്കിലും അത് ട്രാൻസിഷന് ശേഷം അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത് അവരുടെ പാഷൻ ആയിരിക്കും. ഇപ്പോൾ ജൂഡോ എന്ന് പറയുന്ന ഒരാളുടെ പാഷൻ ആണെങ്കിൽ അത് അവർക്ക് ആ ട്രാൻസിഷന് ചെയ്യാൻ പറ്റുന്നില്ല. അത് കാരണം അവർക്കൊരു പ്രത്യേക കാറ്റഗറി ഇല്ല, അല്ലെങ്കിൽ അവരെ വിമൻ ഇതിലും ഉൾപ്പെടുത്തില്ല, മെൻ അതിലും ഉൾപ്പെടുത്തില്ല എന്നുള്ളൊരു പ്രശ്നം വരും. അപ്പം അങ്ങനെ അവർക്ക് പാഷൻ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരും. അതെ, ഞാൻ പറഞ്ഞില്ല, ഇപ്പം എനിക്കാണെങ്കിൽ പോലും ഈ ജൂഡോ പങ്കെടുക്കുക എന്നുള്ളത് ആ ലോറൽ ഹബ്ബാർഡ് പങ്കെടുത്തതിൻ്റെ ഒരു ന്യൂസ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനടക്കം പങ്കെടുത്തത്. മറ്റേ ഞാൻ എന്താ ഈ ട്രാൻസിഷന് ശേഷം ഞാൻ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആക്ടിവിറ്റീസും ചെയ്യുന്നില്ല. ഞാൻ എന്താ പറയുക, എൻ്റെ ലൈഫ് വേറൊരു ഇതിലായിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു കാര്യം അറിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അങ്ങനെ ഒരു ഇത് വന്നത്. ഒന്നാമത് നമ്മൾ ഈ ട്രാൻസിഷന് ശേഷം എന്ന് പറയുമ്പോൾ ഇപ്പം ഒരുപാട് ട്രാൻസ്മെൻസ് ഉണ്ട്. അവർ പല ഫീമെയിൽ ആയിരുന്ന സമയത്ത് പല അത്ലറ്റിക്സ് നാഷണൽ ചാമ്പ്യന്മാരുണ്ട്. ഒരുപാട് നമ്മളെ പേഴ്സണലി അറിയുന്ന ആളുകളുണ്ട്. അവർക്ക് എന്താ പറയുക, ഈ മെയിൽ കാറ്റഗറിയിൽ പങ്കെടുക്കുക അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടോയെന്നോ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ പങ്കെടുക്കാനുള്ള അവസരം അവർക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ പലരും ഈ ഒരു ട്രാൻസിഷന് ശേഷം അവരുടെ പാഷൻ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നത്. നമ്മളെ ഇന്ത്യയിലൊരു ട്രാൻസ്ജെൻഡർ പോളിസി നിലവിലുള്ള രാജ്യമാണ്. അപ്പോൾ അവിടെ ഒരു ഗൈഡ് ലൈൻസിനെ കുറിച്ച് പോലും പറയുന്നില്ല. പല കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ടെങ്കിലും അവിടെ ഒരു സ്പോർട്സിനെ പറ്റി ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തികൾ സ്പോർട്സ് ചെയ്യാൻ അർഹരാണ്, അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ്, അവർക്കും കായികക്ഷമത ഉള്ള വ്യക്തികളാണെന്നുള്ള ഒരു ചിന്താഗതിയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ആരും തന്നെ എന്താ പറയുക ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടാക്കാൻ ഒന്നും തന്നെ മുൻകൈ എടുത്തില്ല. ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഒരു വിധി പോലും അല്ലെങ്കിൽ ഹൈക്കോടതിൻ്റെ ഭാഗത്ത് ഉണ്ടായത് പോലും നമ്മൾ എഫേർട്ട് എടുത്തിട്ട് നമ്മൾ പല കാര്യങ്ങൾ റെഫർ ചെയ്തതിന് ശേഷം ആണ് ഇത്തരത്തിലുള്ള ഒരു വിധി പോലും വന്നത്. അപ്പം നമ്മളെ കാര്യങ്ങൾ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടായാൽ മതി. നമ്മുടെ രാജ്യത്ത് ഒരു ട്രാൻസ്ജെൻഡർ പോളിസി ഉള്ളതുപോലെ തന്നെ ഒരു സ്പോർട്സിലൊരു ഗൈഡ് ലൈൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ പങ്കെടുക്കാൻ മീൻസ് എങ്ങനെ പങ്കെടുപ്പിക്കുക, ഈ വ്യക്തികളെ എങ്ങനെ പങ്കെടുപ്പിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തികളുടെ കഴിവുകൾ അനുസരിച്ച് അവരെ ഏത് രീതിയിൽ കൊണ്ടുവരാമെന്നുള്ളതൊക്കെ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടെങ്കിൽ നമുക്കും ഈസി ആയിട്ട് നമ്മൾ ഈ ട്രാൻസിഷന് ശേഷം കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകുന്നതേ ഉള്ളൂ. അത് ഗൈഡ് ലൈൻസ് ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമാണ് ഉള്ളത്. എന്താ വെച്ചാൽ നമുക്ക് ഒരിക്കലും അസോസിയേഷൻ ആളുകളെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ അവർക്കും ഈ കാര്യത്തിന് അറിയില്ല, അവരും ഒരു പുതിയ ഒരു അറിവായിരിക്കും. അപ്പോൾ അതെങ്ങനെ അവർ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള അവർക്ക് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും ഓട്ടോമാറ്റിക്കലി. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ആദ്യമായിട്ട് ബിരുദം നേടുന്ന ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി കൂടിയാണ് അനാമിക. ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു അനുഭവം? അതായത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ എന്തെങ്കിലും നേരിട്ടോ? നല്ല അക്സെപ്റ്റൻസ് ഉള്ള ഒരു കൂട്ടമായിരുന്നു ആൾക്കാർ? അക്സെപ്റ്റൻസ് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്വിച്ച് ഇട്ട മാതിരി ഇന്ന് ഈ ഒരു മെയിൽ രൂപത്തിലുള്ള നമ്മൾ ഒറ്റയടിക്ക് ഫീമെയിൽ ആ രീതിയൊക്കെ ആവില്ല. അത് ഒരുപാട് ഒരു വലിയൊരു സങ്കീർണമായ ഒരു പ്രൊസീജിയർ തന്നെയാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ നമുക്ക് ഫേഷ്യൽ ഹെയർസ് ഉണ്ടാവും, അതുപോലെ നമ്മളെ പല രൂപങ്ങളും നമ്മൾ സർജറി ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. കോളേജിലേക്ക് പോകുമ്പോൾ നമ്മൾ പല
ചിന്താഗതി എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും ഇവർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, എവിടെ ഇരിക്കും, ആദ്യത്തെ കൺസേൺ ഇതായിരുന്നു എവിടെ ഇരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവോ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് എങ്ങനെ നമ്മൾ ഇതാവും, അങ്ങനെ ഒരു ചിന്താഗതിയോട് ഒരു പേടിച്ചുകൊണ്ടാണ് പോയത്. എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു റിസർവേഷൻ കേരള സർക്കാർ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ അത് നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പാന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പം ഒന്നും ഇല്ലാത്തടത്ത് നമ്മൾ എന്താ പറയുക പഠിച്ച് മുന്നേറാന്നുള്ള ചിന്താഗതിയോടെ വന്ന് അപ്പോൾ എങ്ങനെയായിരിക്കും ആ കോളേജ് അന്തരീക്ഷം നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് നമ്മളാദ്യം ചിന്തിക്കുന്ന എന്താ പറയുക, അവിടെ പ്രശ്നങ്ങളായിരിക്കും, കളിയാക്കലുകളായിരിക്കും എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ നമ്മൾ അവിടെ ചെന്ന സമയത്ത് ഒരു 10-20 ക്യാമറ ആദ്യം തന്നെ ഉണ്ട്. അത് കണ്ടപ്പോൾ നമ്മൾ ആകെ കിളി പോയി. എന്താ വെച്ചാൽ അയ്യോ ഇതാകെ ടെൻഷനായി. പിന്നെ ചെന്ന് കാണുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു വിദ്യാർത്ഥി സംഘടന പറയാം, അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി സംഘടന SFI, അവർ നമ്മളെ പൂക്കൾ തന്നിട്ട് നമ്മളെ സ്വീകരിക്കുന്നത് അത് തന്നെ നമുക്ക് എന്താ പറയുക ഒരു ആശ്വാസമായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നത് വെച്ചാൽ ഈ കോളേജ് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ കളിയാക്കലൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും, എങ്ങനെ ഇത് മുന്നോട്ട് പോകുന്നുള്ള ചിന്തായിരുന്നു. പക്ഷേ അന്ന് നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഈ പൂക്കൾ എന്നിട്ട് അവർ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളോട് പറയണോ, എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ അതിനനുസരിച്ച് കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നതും. നമുക്ക് എന്ത് ചെറിയൊരു പ്രശ്നമാണെങ്കിൽ പോലും നമ്മൾ എന്താ പറയുക അവരോട് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ അവർ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ അടുത്തേക്ക് വരാനും അവർ കാണിച്ചൊരു മനസ്സുണ്ട്. ആ ഒരു മനസ്സിൻ്റെ ഒരു ഇതുകൊണ്ടാണ് നമുക്ക് എന്താ പറയുക പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അതൊക്കെ തരണം ചെയ്ത് അവിടെ പഠിക്കാനും അതുപോലെ ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റി പഠിച്ച് ആദ്യമായിട്ട് ഒരു ബിരുദം കരസ്ഥമാക്കുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തി ആവാൻ സാധിച്ചത്. കാരണം എന്താ വെച്ചാൽ എൻ്റെ മുന്നേ പഠിച്ച പല ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉണ്ട്, അതുപോലെ എൻ്റെ കൂടെ പഠിച്ച ആളുകളും ഉണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ പാതി വഴിയിൽ പഠനം നിർത്തി പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് പല കാരണങ്ങളാൽ അവർക്കൊക്കെ പോകേണ്ടി വന്ന ഒരു അവസ്ഥ ഉണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ സഹപാഠികൾ ടീച്ചേഴ്സ് ഒക്കെ എന്നോട് അത്രയും ഫ്രണ്ട്ലി ആയി നിന്നിട്ട് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി പെരുമാറുന്ന ആളുകളായതുകൊണ്ടാണ് എനിക്ക് അത്തരത്തിലൊരു അച്ചീവ്മെൻറ്റ് നേടാൻ കഴിഞ്ഞത് തന്നെ. പിന്നീട് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിരുന്നതാണ്, അതായത് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, അതായത് ഈ ഒരു സീറ്റിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫാമിലി അറിയുന്നത് ഈ എന്താണ് ഐഡന്റിറ്റിയെ പറ്റി അറിയുന്നതെന്ന് പറയുന്നത്. അതെന്താ വെച്ചാൽ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ കൊല്ലത്ത് ഒരു കോളേജിൽ പഠിക്കാൻ പോവാണ്, അവിടെ ഇനി ഞാൻ ഇങ്ങോട്ട് എപ്പോഴും വരുമൊന്നുമില്ല, എൻ്റെ ഫോൺ മാത്രം കോൺടാക്ട് ചെയ്യുള്ളൂ, ഇനി വരില്ല എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. പക്ഷെ ആദ്യ ദിവസം തന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു 10-15 TV ചാനൽസ് ഫുള്ള് അവിടെ ഉണ്ടായിരുന്നു. ആ ചാനലിൽ കറക്റ്റ് പ്രോസ്പെക്ടസ് ഉണ്ടല്ലോ, ആ പ്രോസ്പെക്ടസിൽ കറക്റ്റ് പഴയ പേരും ഉള്ളത്, വീട്ടിലെ അഡ്രസ്സും ഫോട്ടോയും എല്ലാ സാധനവും അതിലുണ്ട്. അത് അവർ സൂം ചെയ്ത് കാണിച്ചാൽ കറക്റ്റ് ഈ വീട്ടുകാരുടെ അടുത്താണ് ഈ സംഭവം. ഈ ന്യൂസ് എന്താ വെച്ചാൽ അന്നൊക്കെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ ഒരു വിദ്യാഭ്യാസത്തിന് വരിക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു വലിയൊരു ഇതാണ്. പിന്നെ ഈ വ്യക്തികളുടെ ദൃശ്യത എന്ന് പറഞ്ഞാൽ ആ സമയത്തൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ആളുകൾക്ക് ഇതൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. പിന്നെ അതേപോലെ നമ്മുടെ നാട്ടിലുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ വീഡിയോ പാസ്സായി അങ്ങനെ നോക്കുമ്പോൾ സ്പ്രെഡായി കഴിഞ്ഞ സമയത്ത് നോക്കുമ്പോൾ ഈ പേരും അഡ്രസ്സും എൻ്റേത്. അങ്ങനെയാണ് വീട്ടിൽ അറിയുന്നത്. വീട്ടിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് ആദ്യമൊക്കെ എല്ലാവർക്കും ഷോക്കായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ എന്നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു സ്പോർട്സ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നാകുമ്പോൾ നമുക്കൊരു ഫെമിനിയൻ ടച്ചോ അങ്ങനത്തെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. ഒരു വേറൊരാൾക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ അവരുടെ സെൽഫ് ഡിക്ലറേഷനാണ് ഒരു വ്യക്തിയുടെ ജെൻഡർ എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ വേറൊരാൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലായിരുന്നു എൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വീട്ടുകാർക്ക് അത് ഷോക്കായിരുന്നു. പിന്നെ കുറേ ദിവസത്തോളം അവർ കരച്ചിലും അതെന്തൊക്കെ ആയിരുന്നു. പിന്നെ എന്താ വെച്ചാൽ എൻ്റെ സിസ്റ്റർ ഒരു ഡോക്ടറാണ്. അപ്പോൾ അവൾ അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആളെന്ത് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലായി വീട്ടിൽ പറഞ്ഞ് സംസാരിച്ച് അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഇന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഫാമിലി അക്സെപ്റ്റൻസ് ഉണ്ടായി. ആ ഒരു ഫാമിലി അക്സെപ്റ്റൻസ് കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ നിലയ്ക്ക് എനിക്ക് നിൽക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയുന്നത്. നമ്മൾ ഒരു പ്രശ്നം ഉണ്ടായാലും എനിക്ക് എൻ്റെ വീട്ടുകാരുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക എൻ്റെ നാട്ടുകാരുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരുണ്ട്. ആ രീതിക്ക് ആകുമ്പോൾ എന്താ പറയുക എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നേടാൻ പറ്റിയിട്ടുള്ളത്. ഓൾറെഡി ഈ ട്രാൻസ് മനുഷ്യർ ഒരുപാട് സ്ട്രെസ്സിലൂടെയും മെൻ്റൽ പ്രഷറിലൂടെയുമാണ് പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഫാമിലി സപ്പോർട്ടും കൂടി ഇല്ലാതാവുക എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ്. കമ്മ്യൂണിറ്റിയിലുള്ള അതായത് നമ്മുടെ സമൂഹം അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ആ ഒരു പ്രശ്നം അനാമികയ്ക്ക് നേരിടേണ്ടി വന്നില്ല എന്നുള്ളതുകൊണ്ട്. പക്ഷേ അത് നേരിടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പം അവരോടായിട്ട് എന്താണ് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള ഒരു 99% പ്രശ്നങ്ങൾ ഒരു പരിഹാരം എന്നുള്ളത് ഈ ഫാമിലിയിൽ നിന്നുള്ള അക്സെപ്റ്റൻസ് ഉണ്ടായാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്ത് പുറത്തേക്ക് വരുന്ന സമയത്ത് എനിക്ക് വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് താമസിക്കാൻ സ്ഥലമില്ല, അവരെ ഗൈഡ് ചെയ്യാൻ ആളില്ല, അവർക്ക് ജീവിക്കാൻ ചുറ്റുപാടുകളില്ല, അവർക്ക് ഒരു ഡെയിലി അവരെ ബേസിക് നീഡ്സ് പോലും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല.
അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് അവരെന്താ പറയുക മോശപ്പെട്ട രീതിയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരുന്നത്, അല്ലെങ്കിൽ സമ്പാദിക്കേണ്ട ആ ഒരു രീതിയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരുന്നത് ആ ഒരു അക്സെപ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ മറിച്ച് ഈ ഒരു അക്സെപ്റ്റൻസ് ഒരു വ്യക്തി പറയാം ഞാൻ എൻ്റെ ജെൻഡർ ഇതാണ്, അല്ലെങ്കിൽ അത് പറയുന്ന സമയത്ത് അവർ ഫാമിലി ചേർത്ത് നിർത്തുകയാണെങ്കിൽ അവിടെ ആ വ്യക്തിക്ക് ഒരു സാധാരണ വ്യക്തികൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതേ രീതിയിൽ തന്നെ ജീവിക്കാൻ പറ്റും. അല്ലാത്തൊരു സാഹചര്യത്തിൽ വരുന്ന ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി നടുറോട്ടിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ്. ആ നടുറോട്ടിൽ നിൽക്കേണ്ട ഒന്നുമില്ലാതെ അവസ്ഥയിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുക. ആ വ്യക്തിക്ക് എന്താ പറയുക അവരുടെ ബേസിക് നീഡ്സിനായാലും അല്ലാതെ അവരെല്ലാ കാര്യത്തിനും അവർ ഒരു ജോലിക്ക് പോയാൽ പോലും ആരും നമുക്ക് ജോലി തരാത്തൊരവസ്ഥയാണ്. ഒരു സാമൂഹിക ചുറ്റുപാടൊന്നും ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല. നമ്മളെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട് വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള ബിരുദവും ബിരുദാനന്തര ബിരുദമൊക്കെ ഉള്ള ആളുകളുണ്ട്. എന്നിട്ട് പോലും അവർക്ക് പോലും ഇവിടെ ജോലി കിട്ടാത്തൊരവസ്ഥയുള്ളത്. അത് നമ്മുടെ സമൂഹം എത്ര മാറി എന്ന് പറഞ്ഞാലും പലതരത്തിലും മാറ്റങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. അതേപോലെ തന്നെ പേരൻസ് ആണെങ്കിൽ തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് അത്രയും നാളും മകനായിട്ടോ മകളായിട്ടോ ഒക്കെ കണ്ട ഒരാളെ അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തതിന് ശേഷം ഉടനെ മകളല്ലാതാവുക അല്ലെങ്കിൽ മകനല്ലാതാവുക എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം. അല്ല, പേരൻസിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പം കാക്കയ്ക്ക് തൻ പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞ മാതിരി പേരൻസിന് ഇപ്പം ആണായാലും പെണ്ണായാലും ട്രാൻസ് ആയാലും ഒക്കെ അവരെ ആക്സെപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതി തന്നെയാണുള്ളത്. ഇപ്പം നമ്മളെ ഒരു മാതാപിതാക്കളെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ട്രാൻസിഷന് ശേഷം ഈ ആളുകൾ എന്താ നമ്മളെ കാണുന്നത് മറ്റുള്ളവരെന്ത് പറയുന്നുള്ള ആ ഒരു കാര്യം വെച്ചിട്ട് മാത്രമാണ് എന്താ പറയുക നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉള്ളത്. അപ്പോഴും നമ്മളെ ഫോൺ വിളിക്കുകയും കാര്യങ്ങളൊക്കെ നമ്മളെ പല എൻ്റെ സുഹൃത്തുക്കളൊക്കെ കാണാറുണ്ട്. അവർ വീട്ടിലേക്ക് വിളിക്കും, കാര്യങ്ങൾ അയക്കും, പൈസ അയച്ചു കൊടുക്കും, ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, എല്ലാം ചെയ്തു കൊടുക്കും. പക്ഷേ വീട്ടിലേക്ക് വരുന്നത് പോകുന്നതും അത് മറ്റുള്ള ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് പറയും, അല്ലെങ്കിൽ എന്താ പറയുക സിസ്റ്റർ ഉണ്ടെങ്കിൽ അവരെ മാരേജ് നടക്കാതെ പോവോ, അല്ലെങ്കിൽ ബ്രദർ ഉണ്ടെങ്കിൽ അവർക്ക് പെണ്ണ് കിട്ടാതെ പോകും. അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങൾ കൊണ്ടാണ് മറ്റുള്ള ആളുകൾ എന്ത് പറയുന്നുള്ള അത് ചിന്തിച്ചിട്ട് മാത്രമാണ് ഒരു മാറ്റി നിർത്തലുകളുള്ളത്. ഒരുപക്ഷെ ജോലി കിട്ടാനുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ പോലും അതായത് അവസരം ഉണ്ടെങ്കിൽ പോലും അവിടെ ചെല്ലുന്ന സമയത്ത് ജോലി സ്ഥലത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നില്ലേ? ജോലി സ്ഥലത്ത് ഡിസ്ക്രിമിനേഷൻസുകൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് ജോലി തന്നെ കിട്ടുന്നില്ല. ജോലി തന്നെ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായത്. ഇപ്പം നമ്മളെ കേന്ദ്ര സർക്കാർ ഒരു നയം ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ ജോലി സ്ഥലങ്ങളിൽ അവരെങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊക്കെയുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ ഗൈഡ് ലൈൻസിനൊക്കെ അതിനൊക്കെ ഒരു അർത്ഥം വരണം എന്നുണ്ടെങ്കിൽ ഒരു റിസർവേഷൻ നമുക്ക് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് നൽകിയാൽ ആ ഗൈഡ് ലൈൻസിനൊക്കെ ഒരു അർത്ഥമുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഭൂരിഭാഗം ആളുകളും ബെഗിങ്ങും സെക്സ് വർക്കും ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണുള്ളത്. അതിൽ 1-2 ആളുകൾ ജോലി ചെയ്യുന്നതല്ലാതെ ഭൂരിഭാഗം ആളുകളും ഈ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളാണ്. അതിലും ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ ഉള്ള ആളുകളുണ്ട്. ഒരു ജോലിക്ക് പോകുമ്പോൾ നമുക്ക് എന്താ പറയുക ഈ ഒരു ഐഡൻറ്റിറ്റി ആണെന്ന് അറിയുമ്പോൾ നമുക്ക് ജോലി കിട്ടാത്തൊരവസ്ഥയുള്ളത്. പലരും നമ്മളെ മിസ്യൂസ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് സാഹചര്യങ്ങളുള്ളത്. ഇപ്പോൾ ബോഡി ബിൽഡിങ് അതേപോലെ സ്പോർട്സിലൊക്കെ ഉള്ള പലതരത്തിലുള്ള ആൾക്കാർക്കും ഈ പറയുന്നത് പോലെ പലതരത്തിലുള്ള ജോലികൾ സർക്കാർ തന്നെ കൊടുക്കുന്ന ഒരു ഇതുണ്ട്. അത് പക്ഷേ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പം അങ്ങനെ ഒരു ഇത്. അതെ, നമുക്കിപ്പം പറഞ്ഞ റിസർവേഷൻ്റെ കാര്യം ഇപ്പം ഏതൊരു കാര്യത്തിൽ ഇപ്പം ഒരു കാറ്റഗറി പോലും നമുക്കില്ല. ഇപ്പം ഇവിടെ ഒരു സ്പോർട്സിന് ഒരു അവാർഡ് വിളിക്കുകയാണെങ്കിൽ അവിടെയുള്ളത് മെയിലും ഫീമെയിലും മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോൾ ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ഇപ്പോൾ ജില്ലയിലായാലും സ്റ്റേറ്റിലായാലും നാഷണൽസിലായാലും ഒക്കെ നമുക്കും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്കൊരു ജോലിയിലേക്ക് പോകാൻ ഇപ്പം നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ട്രാൻസ്ജെൻഡർ കാറ്റഗറി തന്നെ കൊണ്ടുവന്നു. അത് ഇൻ്റർസോണിൽ ഇപ്പോൾ PSC അടക്കമുള്ളതാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്തായാലും ഒരു ജോലിയൊക്കെ നമുക്ക് ഗവൺമെൻറ്റിന് തരാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇത് സൗത്ത് ഇന്ത്യ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇൻ്റർസോണിൽ 5 വർഷത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. 5 വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് 4 ഇവൻറ്റിൽ പങ്കെടുക്കാം. അപ്പോൾ 4-5-20 സർട്ടിഫിക്കറ്റ് ഉണ്ട്. 20 സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് നമുക്ക് അത്തരത്തിലൊരു ജോലി സാധ്യതയോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഇപ്പം ഗവൺമെൻറ് ജോലിക്ക് സ്പോർട്സ് കോട്ടയിൽ ജോലി വിളിക്കുകയാണെങ്കിൽ അതിലും കാറ്റഗറി മെയിലും ഫീമെയിലും മാത്രമേ ഉള്ളൂ. അതിലും നമുക്ക് എന്താ പറയുക ഒരു പ്രത്യേക കാറ്റഗറി ഒന്നും അത് കൊണ്ടുവന്നിട്ടില്ല. അതൊക്കെ അത്തരത്തിലൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെയുള്ളൂ നമുക്ക് എന്താ പറയുക ഒരു മാറ്റം വരുവുള്ളൂ. മെയിൻ സ്ട്രീമിലേക്ക് എത്തുക എന്നുള്ളത് വലിയൊരു. അപ്പോൾ ഈ സ്പോർട്സിൽ എന്താണ് മറ്റുള്ള ആഗ്രഹങ്ങൾ, ഇനി എന്തെല്ലാം അച്ചീവ്മെൻറ്റ്സ് ആണ് നേടാൻ മുന്നിലേക്കുള്ളത്? സ്പോർട്സിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഒളിമ്പിക്സിൽ നമുക്കിപ്പോൾ ഇൻ്റർനാഷണൽ റൂൾസ് ഉണ്ട്, മത്സരിക്കാനുള്ള സാഹചര്യം ഒക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്തിട്ട് ഒരു ഇൻ്റർനാഷണൽ മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ള വളരെയധികം ആഗ്രഹമുണ്ട്. ഏറ്റവും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഞാൻ വീഡിയോസിലൂടെ കടന്നു പോകുമ്പോൾ യൂട്യൂബർ കൂടിയാണല്ലോ, അപ്പം ഞാൻ ആ വീഡിയോസിലൂടെ കടന്നു പോകുന്ന സമയത്ത് ട്രാൻസ് പേഴ്സൺസിന് ഓരോ 6 മാസം അല്ലെങ്കിൽ ഇത്ര മാസങ്ങൾ കഴിയുമ്പോൾ അവർക്ക് വീട് കിട്ടാതെ ആവുന്നൊരവസ്ഥയുണ്ട്. അതായത് ഒരു റെൻറ്റിനൊരു വീട് നോക്കിയാൽ കിട്ടില്ല. അവരെ ആരും ഈ പറയുന്നത് പോലെ ഒരു താമസിക്കാൻ പോലുമുള്ള ഒരു അവസ്ഥ ഇല്ലാത്ത രീതിയിലേക്ക് വരുന്നുണ്ട്. എത്ര നാൾ കഴിയുമ്പോഴത്തേക്ക് ഇവർ വീണ്ടും ഈ സാധനങ്ങളെല്ലാം പറക്കി ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെപ്പോഴാണോ അവർ ട്രാൻസ് പേഴ്സൺ ആണെന്ന് അറിയുന്നത്
അപ്പോൾ അവർ പടിയിറങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടെന്ന് ഞാൻ കണ്ടിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ആളുകൾക്കൊരു മുൻവിധികളുണ്ട്, സ്റ്റീരിയോ ടൈപ്പായിട്ട് ആളുകൾ ഓരോന്ന് ചിന്തിച്ചു വെച്ച കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാനായി പോലും ട്രാൻസ്ജെൻഡർ, എൻ്റെ ഈ മാറ്റങ്ങൾ ട്രാൻസ്ജെൻഡർ ആണെന്ന് അറിഞ്ഞതിന് മുന്നേ എന്താ പറയുക, ഞാനും ചിന്തിച്ച് വെച്ച കാര്യങ്ങളുണ്ട്. ട്രാൻസ്ജെൻഡർ പറയുമ്പോൾ ട്രെയിനിൽ ഭിക്ഷ എടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ സെക്സ് വർക്ക് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ഓരോ ചിന്താഗതികൾ ആളുകൾക്കുണ്ട്. അപ്പോൾ ഈ ഒരു ചിന്താഗതി കൊണ്ടാണ് ആളുകൾ എന്താ, നമ്മളും മനുഷ്യരാണ്, അല്ലെങ്കിൽ നമ്മളും സാധാരണ മനുഷ്യരാണ്, മനുഷ്യരെ പോലെ ഒരു ഒരു ജീവനാണെന്നുള്ള ചിന്താഗതി ഇല്ലാതെ ഈ ഒരു സ്റ്റീരിയോ ടൈപ്പായിട്ട് ആളുകൾ ചിന്തിച്ച് വെച്ച കാര്യങ്ങളുണ്ട്. എന്താ പറയുക, അവർ പ്രശ്നക്കാരാണ്, അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള ആ ഒരു ചിന്താഗതി കൊണ്ടാണ് നമ്മൾ എന്താ പറയുക പലരും പല സ്ഥലങ്ങളിലും മാറ്റി നിർത്തപ്പെടുന്നത്. ഇപ്പോൾ നമ്മളെ കേരളത്തിനെ സംബന്ധിച്ച് എന്താ പറയുക, ഗവൺമെൻറ് ഭാഗത്തു നിന്നൊക്കെ നല്ല ചേർത്ത് നിർത്തലുകളാണ് ഉള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വിദ്യാഭ്യാസത്തിനായാലും സ്വയം തൊഴിലിനായാലും സ്കോളർഷിപ്പ് ആയാലും സർജറിക്ക് പോലും പല ഫണ്ടുകളും കാര്യങ്ങളും ആഫ്റ്റർ കെയറും ഒക്കെ ഒരുപാട് കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് പദ്ധതികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടി നമ്മൾ എന്താ പറയുക, പൊതുസമൂഹം ഇപ്പോഴും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാത്തൊരു സാഹചര്യമുണ്ട്. ആ ഒരു പ്രശ്നത്തോണ്ട് തന്നെയാണ് നമുക്ക് എന്താ പറയുക വീടുകളായാലും കിട്ടാത്ത അവസ്ഥകളുണ്ട്. അതും ഈ ട്രാൻസാന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകളൊന്നും ഒറ്റയടിക്ക് ട്രാൻസാന്ന് മനസ്സിലാവില്ല, കണ്ടാൽ മനസ്സിലാവണമെന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ എന്താ അവർ വീടൊക്കെ എടുത്ത് താമസിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്താ ഇവർ ട്രാൻസ് വ്യക്തിയാണെന്ന് അറിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഈ ആളുകളെ അവിടുന്ന് മാറാൻ പറയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അങ്ങനെയുണ്ട്. ഇപ്പം മാത്രമല്ല ഒരുപാട് സൈബർ ഇടങ്ങളിലും അതികഠിനമായിട്ടുള്ള എന്താണ് ബുള്ളിങ്സ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി കൂടിയാണ്. ഒരു കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ ഉണ്ടായിരുന്ന ഒരു അക്സെപ്റ്റൻസ് പെട്ടെന്ന് ഒരു ചേഞ്ച് ഉണ്ടായിട്ട് ഇപ്പം വളരെയധികം ബുള്ളിങ്ങിലേക്കും കാര്യങ്ങളിലേക്കും പോകുന്നുണ്ട്. അതിന് കാരണം എന്താണ് പെട്ടെന്നൊരു ഷിഫ്റ്റ് ഉണ്ടാകുന്നത്? അല്ല, അത് ഒരു ചില സംഘടനകളും അവരെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മളെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരു ട്രാൻസ്ജെൻഡർ പോളിസി ഉണ്ട്, അതുപോലെ തന്നെ നൽസ ജഡ്ജ്മെൻ്റ് ഉണ്ട്. നമ്മളെ കേരളത്തിൽ ട്രാൻസ്ജെൻഡർ പോളിസി ഉള്ള ആദ്യത്തെ സംസ്ഥാനമാണ്. അപ്പോൾ ഈ സംസ്ഥാനത്തും അല്ലെങ്കിൽ ഈ രാജ്യത്തും ഈ വ്യക്തികൾക്ക് എന്താ പറയുക, പുരുഷൻ സ്ത്രീ എന്നുള്ള അതുപോലെ തുല്യ പരിഗണന അറിയിക്കുന്ന വ്യക്തികളാണെന്ന് പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ തന്നെ ഉണ്ട്. അത് ഒന്നോ രണ്ടോ ആളുകൾ എന്താ പറയുക മെനക്കെട്ടെന്ന് വിചാരിച്ചാൽ അതൊന്നും ഇല്ലാതെ ആവുന്നില്ല. എന്താ വെച്ചാൽ നമുക്ക് അതേ തുല്യ പരിഗണനയോടെ ജീവിക്കാനുള്ള അവകാശവും എല്ലാം ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ രാജ്യത്ത് ഈ ആളുകൾ എന്തിൻ്റെ ബേസിലാണെന്ന് അറിയില്ല, നമ്മളെ അതും ന്യൂനപക്ഷങ്ങളായിട്ടുള്ള അതും വിരലുണ്ടാവുന്ന ആളുകളെ നമ്മളുള്ളൂ, അതും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാണ്. ഈ മനുഷ്യരുടെ മേൽ എന്തിനാണ് കുതിര കയറുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. അവർ ചില ആളുകൾ പറയുന്നുണ്ട് മതത്തിൽ അങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ പറയും. ഇപ്പം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്, ഒരു മതവും ഇല്ലാത്ത ആളുകളും ഒക്കെ ജീവിക്കുന്ന ഒരു നാടാണ് നമ്മളെ നാടെന്ന് പറഞ്ഞാൽ. അപ്പം അവിടെ നമുക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നമ്മളോട് എന്താ പരിപൂർണമായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ ഒരു രീതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് തുടർ പ്ലാനുകൾ, ഭാവി പ്ലാനുകൾ എന്താണ്? ഭാവി പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ MCOM ചെയ്യാണ്. MCOM കഴിഞ്ഞിട്ടൊരു ജോലിയിലേക്ക് പ്രവേശിക്കണം എന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 5 വർഷം ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെയാണ് ഇപ്പം പഠനങ്ങളും കാര്യങ്ങളൊക്കെ പോയത്. ഹോസ്റ്റൽ ഫീസ് ആയാലും സ്കോളർഷിപ്പ് ആയാലും ഒക്കെ ഗവൺമെൻറ് നമുക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് എന്താ പറയുക അത്തരത്തിൽ മുന്നേറാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനിയൊരു ജോലി വേണം, ജോലിയിലേക്കാണ് നമ്മൾ ശ്രദ്ധ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഗവൺമെൻറ് ജോലി തന്നെ കിട്ടാനുള്ള സാഹചര്യങ്ങൾ അതിനു വേണ്ടിയുള്ള പ്രയത്നത്തിലാണുള്ളത്. അപ്പോൾ എന്തായാലും ആഗ്രഹങ്ങളും ഒക്കെ മുന്നിലേക്ക് പോകട്ടെ, എല്ലാം നടക്കട്ടെ. താങ്ക് യു.